നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമി എങ്ങനെയാണ് മരിച്ചത്? മരണ സർട്ടിഫിക്കറ്റ് എവിടെ? കല്ലറ തുറക്കാൻ പോലീസിന് അധികാരമുണ്ട്. സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയണം. അതിനെന്തിനാണ് ഭയം? ഏറെ ദുരൂഹത ഉണർത്തിയ നെയ്യാറ്റിൻകരയിലെ സമാധി കേസിൽ ഹൈക്കോടതിക്കും പല സംശയങ്ങളുണ്ട്. പിതാവിനെ മക്കൾ സമാധിയിരുത്തിയെന്ന സംഭവത്തിൽ കുടുംബത്തിൻ്റെ നിലപാടിനെതിരെയാണ് ഹൈക്കോടതി ആഞ്ഞടിച്ചത്. കല്ലറ തുറക്കണമെന്ന ആർഡിഒയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിലാണ് നടപടി. വിധി ജില്ലാ ഭരണകൂടത്തിന് അനുകൂലമായതോടെ കല്ലറ പൊളിക്കാനുള്ള നടപടികളിലേക്ക് ഉടൻ കടന്നേക്കും. സമാധി സ്ഥലം പൊളിക്കരുതെന്ന് കാണിച്ച് ഗോപൻ സ്വാമിയുടെ കുടുംബം ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ തിരിച്ചടി നേരിട്ടതോടെയാണ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള പോലീസ് നീക്കം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഫോറൻസിക് സർജൻ ഉൾപ്പെടെയുള്ള സംഘം സംഭവസ്ഥലത്തെത്തിയാകും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകുക. കൈലാസനാഥ ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കുന്നയിടത്തായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക. അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ ഗോപൻ സ്വാമിയുടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം ഇങ്ങനെ: എന്റെ അച്ഛൻ മരിച്ചതല്ല, എന്റെ അച്ഛൻ സമാധി ആയതാണ്. അപ്പൊ എന്നാലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്നാണ് കോടതി ചോദിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? എനിക്ക് സമാധി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാവും. അല്ല, അതൊരു ചോദ്യമല്ല. ഇതിനുള്ളിലുള്ളത് അച്ഛനാണോ എന്ന് ഉറപ്പുവരുത്താൻ മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? നിങ്ങളുടെ ഈ ഭൂമിയുടെ സ്വത്ത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പോലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? ചേട്ടാ, ഇത് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയാണ്, ഈ ഇപ്പോൾ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തില്, ഈ സമാധിയായ എൻ്റെ അച്ഛൻ്റെ ഈ അമ്പലത്തില് എന്താണ് ഇത്രയും പ്രശ്നം വലുതായിട്ട് രൂക്ഷമാകാനുള്ള കാരണം? ഇത് ഞങ്ങൾ ചോദിച്ചിട്ട് മീഡിയക്കാർ ഒന്നും പറയുന്നില്ല. സമാധി സ്ഥലത്തേക്ക് വ്യാഴാഴ്ച സന്ദർശകരെ കയറ്റിവിടില്ലെന്ന് പോലീസ് അറിയിച്ചു. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കർശന സുരക്ഷയാണ് കാവുംനടയിലെ ഗോപൻ സ്വാമിയുടെ വീട്ടുപരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. സമാധി സ്ഥലം പൊളിക്കരുതെന്ന കുടുംബത്തിന്റെ ആവശ്യത്തിന് പിന്തുണ അറിയിച്ച് ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തിയതോടെയാണ് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടത്തിന് പരിശോധന നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നത്. കോടതി വിധി അനുകൂലമായതിനാൽ ഇനി സംഘടിതമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകില്ലെന്ന വിലയിരുത്തലിലാണ് പോലീസ് നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം.